ഇത് ഒരു ഗോൾഡൻ സർപ്രൈസ് ആണ്. അപ്പം എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വർണം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ദേഷ്യം വരിക, ഉറപ്പായിട്ടും ദേഷ്യം വരും. കാര്യം നടക്കപ്പായി എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല തെറിയും കേട്ടുകൊണ്ടാണ് എണീറ്റ് വന്നത്. അപ്പോൾ ഇതിനകത്താണ് സ്വർണ്ണം ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് മാറിപ്പോകാതിരിക്കാൻ ഇനി എണ്ണയിലിട്ട് പൊരിച്ച് ആദ്യമായിട്ടായിരിക്കും സ്വർണം സർപ്രൈസ് കൊടുക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഞാൻ കേട്ടോ. നമ്മുടെ സ്വർണം കിടന്ന് ഫ്രൈ ആവുന്നത് ഇതാണ് കേട്ടോ. എനിക്ക് മാറിപ്പോയാലേ നിങ്ങൾക്ക് മാറിപ്പോയല്ലേ. ഇങ്ങനെ പേടിക്കലടാ. കുറച്ചുകൂടെ എരിവുള്ളത് നമുക്ക് കൊടുക്കാം കേട്ടോ. വരുന്നുണ്ട്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ മോമോസ് ഉണ്ടാക്കാൻ വന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കില്ല ഇവർ ഇത് തന്നെ പരിപാടിയുള്ളതെന്ന് വിചാരിക്കില്ല കേട്ടോ. ഞാൻ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. ഈ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം നിങ്ങൾക്ക്, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം മേടിച്ച് എല്ലാം പാക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് പാക്ക് ചെയ്തു, എല്ലാം റെഡിയാക്കി, എല്ലാ അഡ്രസ്സെല്ലാം എഴുതി ഒട്ടിച്ചു. അപ്പം ഇനിയിപ്പോൾ നമുക്കത് ഡെലിവറി ചെയ്താൽ, അതായത് DTDC കൊണ്ട് കൊടുത്താൽ അതിൻ്റെ പരിപാടിക്കൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പം ഇന്നത്തെ വീഡിയോ മോമോസ് ഉണ്ടാക്കലല്ല, മോമോസിനകത്ത് വെച്ച് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ വൈകിട്ട് കടയിലോട്ട് പോകാൻ നേരം എൻ്റെ അടുത്ത് കുഞ്ചൂസ് പറഞ്ഞു, പക്ഷേ ഇന്ന് ചിക്കൻ, അതിൻ്റെ ബാക്കി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, എനിക്ക് അതിൻ്റെ അതുകൂടെ ഒന്ന് മോമോസ് ആക്കി ഉണ്ടാക്കി തരാം. അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോയി കേട്ടോ എൻ്റെ മോമോസ്. അപ്പം പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എടുത്തു പറയാനുള്ള ലേഖാമ്മ കേട്ടോ, നമ്മുടെ ബാംഗ്ലൂരുള്ള എൻ്റെ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചപ്പോൾ അമ്മ പറഞ്ഞു കണ്ടിട്ട് കൊതി കയറിയിട്ട് ഉണ്ടാക്കിയാന്ന് പറഞ്ഞു കേട്ടോ. ഒത്തിരി സന്തോഷം. അപ്പം ഇപ്പം മോമോസ് ഉണ്ടാക്കുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയല്ല, കുഞ്ചുസിന് കൊതിയുണ്ട്, അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവൾ ഇന്ന് കുറേയൊക്കെ എണീറ്റൊക്കെ നടക്കുമായിരുന്നു. മര്യാദയ്ക്ക് പോയി കിടന്നോണെന്നും പറഞ്ഞിട്ട് മേളിൽ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് നാളെ, അതായത് രാവിലെ വെളുപ്പിന് നമുക്ക് യാത്രയുണ്ട് ഇടുക്കിയിലോട്ട്, കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. നാളെയാണ് ജാമ്യം എടുക്കേണ്ട ദിവസം. അപ്പോൾ നമുക്ക് അത്രയും ലോങ് പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവളോട് ശരിക്കും റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞാൽ അവിടെ കിടത്തിയേക്കുവാണ്. എണീറ്റ് വന്ന് താഴോട്ട് വന്നേക്കല്ലെന്നും പറഞ്ഞ് അവിടെ കിടത്തിയേക്കാണ് കേട്ടോ. കാരണം നമുക്ക് ലൈഫ് ലോങ് അവളെ ഹെൽത്തിയോടെ തന്നെ വേണം. അപ്പോൾ ഇപ്പോൾ ഒന്ന് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ എണീറ്റ് നടക്കുന്ന പോലെയല്ല, കണ്ടിന്യൂസ്ലി അങ്ങനെ എണീറ്റ് നടന്നാലും ശരിയാവത്തില്ല. നമുക്ക് റെസ്റ്റ് വേണ്ടപ്പോൾ നമ്മൾ റെസ്റ്റ് വേണം. നമ്മുടെ ശരീരമാണ്, നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം. ഇവിടെ റെസ്റ്റ് എടുത്തോളാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മാസം കാലത്തേക്ക് അധികം കട്ടിപ്പണികളൊന്നും ചെയ്യാതെ, വെയിറ്റുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ, അത്യാവശ്യം നമ്മുടെ വീഡിയോയിലൊക്കെ നിൽക്കും. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ മാക്സിമം, അതിനപ്പുറത്ത് പോയിട്ട് മാക്സിമം ബെഡ് റെസ്റ്റ് തന്നെ അവൾക്ക് നമ്മൾ കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞോട്ടെ. നമ്മുടെ ആ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ മാത്രമേ അവൾ എണീറ്റ് നിൽക്കത്തു കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ദേഷ്യം വരിക, ഉറപ്പായിട്ടും ദേഷ്യം വരും. കാര്യം നമ്മളോടുള്ള സ്നേഹം കാരണമാണ് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നതുമാണ്. ഇത്ര നേരം ഇരിക്കാൻ പാടില്ല. അത് നോർമലായിട്ട് ഇപ്പം ഞാനാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു തരുന്നു. ഇപ്പം രാവിലെ ഞാൻ ഇന്ന് കിടക്കപ്പായി എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല തെറിയും കേട്ടുകൊണ്ടാണ് എണീറ്റ് വന്നത്. നമ്മളെ ജയിച്ച് എന്താണ് ആ ദിവസം ഇങ്ങനെ അവളെ എണീറ്റ് നടക്കണേന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അവൾക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാ കാര്യത്തിനും അവളില്ലാതെ എനിക്ക് ഒരു കാര്യം ഓടിപ്പോകത്തില്ല നമ്മുടെ കുടുംബജീവിതത്തിൽ. കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും പാട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അവളില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ അവളും ഇല്ല. അപ്പം നമുക്ക് മറ്റേണിറ്റിയും കടയിലെ ഓർഡേഴ്സും കാര്യങ്ങളും, ഇപ്പം അവൾ ആ ഈ ഒരാഴ്ച കിടന്ന സമയത്താണെങ്കിൽ അവൾ ഫോണിൽ ഓർഡേഴ്സ് എടുത്തിട്ട് ഞാൻ പോയി അത് പാക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവളുടെ ഒരു എല്ലാ കാര്യത്തിലും അവളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എനിക്ക് ഉണ്ടായാലേ എനിക്ക് മുന്നോട്ട് പോകാൻ. നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു മാസം കടയുടെ വാടക, വീടിൻ്റെ വാടക, ചിലവുകൾ, വണ്ടിയുടെ CC, ഒരുപാടുണ്ട്. ചേച്ചിയുടെ സാലറി കാര്യങ്ങൾ എല്ലാം അവിടെ വരുമ്പോഴത്തേക്കും വലിയ നമ്മൾ പണ്ടൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു എമൗണ്ടിന് മേളിൽ ഒരു ചിലവ് തന്നെ ആ ഒരു മൊത്തം കൂട്ടുമ്പോഴത്തേക്കും വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും
എണീറ്റ് നടന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതൊന്നും ഓടിപ്പോകത്തില്ല. അതുകൊണ്ട് ഒരു പരിധി വരെയൊക്കെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ബാക്കി സമയം എല്ലാം അവർക്ക് റെസ്റ്റ്, നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ വഴക്ക് പറഞ്ഞിരുത്തിയേക്കാണ്, നിങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കുറേ സർപ്രൈസുകളുണ്ട്. അത് നിങ്ങളും അവളും ആരും ഈ വീട്ടിൽ ആരും പ്രതീക്ഷിക്കാത്ത സർപ്രൈസുകളുണ്ട്. അത് കൂടാതെ നമുക്ക് വേറെ ഈ സർപ്രൈസ് ചെയ്യുമ്പോൾ വേറൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത്. കാരണം ഇപ്പോൾ നമ്മൾ പറയാം, ഞാൻ എന്തായാലും പറയാം, ഇങ്ങനെ ഇൻട്രോ വലിച്ചിട്ട് പോകില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലോട്ട് പോകാം. ആ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അത് കംപ്ലീറ്റ് വീഡിയോ മോമോസ് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചായിരുന്നു, അത് ബോറടി ആയി പോകും. അപ്പോൾ അതിനകത്ത്, അതായത് മോമോസ് ഉണ്ടാക്കുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് തുടക്കത്തിൽ തന്നെ കാണിച്ചേക്കാം. എൻ്റെ പോക്കറ്റിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഒരു ഗോൾഡൻ സർപ്രൈസ് ആണ്. അപ്പോൾ ഇതിനിപ്പോൾ ശരിക്കും വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് എനിക്ക് മോമോസ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് വെക്കുവാണെങ്കിൽ ഒരു ക്ലൂവും കിട്ടത്തില്ല, ഒരു രീതിയിലും കിട്ടത്തില്ല. അപ്പം എനിക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെന്തുവാ സാധനമെന്ന് നിങ്ങൾ ഒന്നിച്ച് എല്ലാവരും കാണുന്ന കൂട്ടത്തിൽ നിങ്ങളും കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ട് പോയി കേട്ടോ. അതായത് ഇത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ പൈസ ഉണ്ടായിട്ടോ ഒന്നും അല്ല മേടിച്ചത്. അപ്പം കുറേ കടങ്ങളും കാര്യങ്ങളും അതെല്ലാം ക്ലോസ് ചെയ്ത് എല്ലാം തീർത്തു. ഈ മാസം ഉണ്ടായിരുന്ന കടങ്ങൾ എല്ലാ മാസവും ഇങ്ങനെ കടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഓരോ മാസം ഇങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വർഷം, അതായത് ഇപ്പം ഈ മാസം വെച്ച് നോക്കുമ്പോൾ 11 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചേർന്ന ഒരു സ്വർണ്ണ ചിട്ടിയാണ്. ഗുരുവര എന്ന ജ്വല്ലറിയിൽ ചേർന്ന ഒരു സ്വർണ്ണ ചിട്ടിയാണ്. അപ്പം ഞാൻ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്, അതിൻ്റെ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കാരണം ക്യാഷ് പേ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മാസം അത് അടയ്ക്കുമ്പോൾ ഞാൻ ഇന്നും എല്ലാ മാസവും എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് വലിയ ഡൗട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പം ഞാൻ ഇന്നത് ക്ലോസ് ചെയ്തപ്പം എൻ്റെ പൊന്നിന് ഞാൻ മേടിച്ച പൊന്നാണ് ഇത് കേട്ടോ. കാരണം ഇത് മേടിച്ചതെന്നാന്ന് വെച്ചാൽ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെയും ശരീരത്തിലായുണ്ട്. അപ്പം എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ മാത്രം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം. അപ്പം കുറേ ദിവസമായി. പക്ഷേ എനിക്ക് 100% ഉറപ്പുണ്ട്, ഇപ്പം ലൈഫ് ലോങ് മരണം വരെ ആണെങ്കിലും ഇപ്പം അവളതൊന്നും ആവശ്യപ്പെടത്തില്ല. ഞാൻ റെയറായിട്ട് അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ, അതായത് പെൺകുട്ടികളിൽ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മുടെ കഷ്ടതകളെ അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് കുഞ്ചൂസ്. അത് തുടക്കത്തിൽ പറഞ്ഞോട്ടെ, എനിക്ക് ഭാര്യ പൊക്കി പറയുന്നത് മാത്രമല്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അവളൊന്നും ആവശ്യപ്പെടാറില്ല. അപ്പം നമ്മൾ അറിഞ്ഞ് ചെയ്യണം. അതാണ് പണ്ടുകൂടെ ഞാൻ അങ്ങനെയാണ്, നമ്മൾ അറിഞ്ഞ് ചെയ്യുക എല്ലാ കാര്യങ്ങളും. അതിലൂടെ കിട്ടുന്ന സന്തോഷം, അവളുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം. മേ ബി വഴക്ക് കേൾക്കായിരിക്കും, കുഴപ്പമില്ല. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തല്ല, മാസാമാസം ഞാൻ അടച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഓട്ടോമാറ്റിക്കലി അടച്ചു പോയിക്കൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അതിപ്പോൾ ഒരു റിസൾട്ടായിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇത് എനിക്ക് മൊമോസിനകത്ത് സെറ്റാക്കണം. അപ്പോൾ അതൊക്കെ നമുക്കിനി കാണാം കേട്ടോ. ഇതും അല്ല ഇതും ഒരു സർപ്രൈസ്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു സർപ്രൈസ് ഉണ്ട്. ഇതപ്പോൾ നമുക്ക് ആദ്യം റെഡിയാക്കാം. അപ്പോൾ അവൾ ഉറക്കമായിരിക്കാം മേലോട്ട് കയറിപ്പോയിട്ടുണ്ട്. ലച്ചുവിനെ ഇപ്പം ചിറ്റാമ്മ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയത്തില്ല, ഉറങ്ങില്ലോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇറങ്ങി വരത്തില്ല 100% പേടിച്ചിട്ടാണെങ്കിലും അവിടെ ഇരുന്നോളും കേട്ടോ. ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്, കാരണം പറഞ്ഞാലൊക്കെ കേൾക്കും കേട്ടോ, മേളിൽ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. യെസ്, ഇതിവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഈ വീട്ടിൽ ഒരു വ്യക്തികളും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അടുക്കളയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു കേട്ടോ. അമ്മ അതുകൊണ്ട് അപ്പുറത്തിരുന്ന് കറിക്കരിയുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കേൾക്കത്തില്ല കേട്ടോ, പുറത്തോട്ട് കേൾക്കത്തില്ല. നമുക്ക് എന്തായാലും എല്ലാവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. യെസ്, നേരെ വീഡിയോ ഇടുക. അവൾ തന്നെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൊതി കാരണം കേട്ടോ. ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി വെച്ചേക്കാം, മാവ് സെറ്റാക്കി വെച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ സെറ്റായിട്ടുണ്ട്, മാവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം മൊത്തം തുടച്ച് വൃത്തിയാക്കിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാവ്, ഫസ്റ്റ് മോമോസിൻ്റെ പരിപാടിയാണല്ലോ, മാവ് കഴിക്കുക, അത് അവൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമുക്ക് ഇത് വെക്കുന്ന ആ ഒരു ടൈമും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ കാണിച്ചു തരത്തില്ല എന്തുവന്ന്, അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾ ഗസ് ചെയ്തേക്കണം കേട്ടോ, എന്ത് വാരിക്കുമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേക്കണം. ഈ സമയത്തെ, അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇതെന്ത് വാരിക്കുമെന്ന് ഗസ് ചെയ്യണം കേട്ടോ. സ്കിപ്പ് അടിച്ചിട്ട് ഗസ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഗോൾഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ചിക്കനകത്ത് ഞാൻ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ അതിനകത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അടയാളമായിട്ട് ഇത്തിരി കുറുമന പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പെണ്ണ് മാവ് കുഴച്ച് വെച്ചോണ്ട് ഇവിടെ ഇത്തിരി വെള്ളം കൂട്ടിയാണ് കുഴച്ചത്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടാണ്, ഭയങ്കര സ്റ്റിക്കി ആവല്ലോ ഒരിക്കലും. വെള്ളം ഭയങ്കര കൂടുതലായിരുന്നു, കൂടുതൽ മാവും ഇല്ലായിരുന്നു. കറക്റ്റ് മാവ് തീർന്നപ്പോഴത്തേക്ക് അവളത് കുഴച്ച് വെച്ചത് ഒരു തുള്ളി മാവേ ഉള്ളായിരുന്നു. എനിക്കൊന്ന് ഇവിടെയൊക്കെ ഒന്ന് ഇടാൻ വേണ്ടി ഇടുകയാണ്.
അതുകൊണ്ട് കുറച്ചങ്ങ് ഇത് വേസ്റ്റായിപ്പോയി. കാരണം ഒട്ടി നമ്മുടെ കയ്യായിരിക്കും. അപ്പം എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വർണം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സ്വർണം ഫ്രൈ ചെയ്താൽ ചൂടായാലൊന്നും കുഴപ്പമില്ല. ഒരു ടെമ്പറേച്ചറിന് മുകളിലായിട്ടുണ്ടെങ്കിൽ സ്വർണം ഉരുകത്തുള്ളൂ. അപ്പം ജസ്റ്റ് ഇതിനകത്തിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമായിരുന്നു. അകത്തല്ലേ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സർപ്രൈസ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പല ഫുഡുകളിൽ ചെയ്തിട്ടുണ്ട് സർപ്രൈസ് കൊടുത്തത്. പക്ഷേ ഇത് എണ്ണയിലിട്ട് പൊരിച്ച് ആദ്യമായിട്ടായിരിക്കും സ്വർണം സർപ്രൈസ് കൊടുക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഞാൻ കേട്ടോ. എനിക്കറിയത്തില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടേക്കണം. സ്വർണം പൊരിച്ചു കൊടുക്കുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. അപ്പോൾ അത് നമുക്ക് കാണാം കേട്ടോ. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടിയിട്ട് മഴ. ഇന്നിപ്പം ഞാൻ 6 പ്രാവശ്യം കുളിച്ചു കേട്ടോ. ഇന്ന് മൊത്തം 6 പ്രാവശ്യം കുളിച്ചു. കാരണം ഭയങ്കരമായിട്ട് വേർക്കും. കുഞ്ഞുങ്ങളെ എടുക്കുന്നതായിട്ട് ഞാൻ അപ്പോൾ പോയി കുളിക്കും, പിന്നെയും കുളിക്കും. ഇനിയിപ്പോൾ 2 കുളിയോട് കഴിഞ്ഞാലേ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. വീട്ടിൽ കറണ്ട് ചാർജ് കൂടുന്നതിന് ഏറ്റവും വലിയ ഉത്തരവാദി ഞാനാണ്. ഡ്രസ്സ്, കുളി. എൻ്റെ ഡ്രസ്സ് ഞാൻ ഒരു ദിവസം ഒരു 4-5 ഡ്രസ്സ് മാറും. വേർത്തുകൊണ്ടേയിരിക്കും. ഇടുക്കിയിൽ ജനിച്ചുകൊണ്ടാണെന്ന് തോന്നും ബോഡി അങ്ങോട്ട് പറ്റത്തില്ല. അപ്പോൾ ചൂടുമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആവും. പക്ഷേ വേർത്തുകൊണ്ടേയിരിക്കും കേട്ടോ. അതുകൊണ്ട് നല്ല എണ്ണ ചൂടാവുന്നുണ്ട്. നമുക്ക് സ്വർണ്ണം ഇനി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതിനകത്താണ് സ്വർണ്ണം ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് മാറിപ്പോകാതിരിക്കാൻ ഇത് മാത്രം ഇങ്ങനെ കുരി. ഇതെല്ലാം വേറെ ഷേപ്പ്. ഇതുണ്ട്, ഇതൊക്കെ ഷേപ്പ് കണ്ടോ ഒരുമാതിരി ഇരിക്കുന്നത്. ഇത് മാവില്ലാഞ്ഞുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് തന്നെ നമുക്ക് എടുത്തൊരു സൈഡിലോട്ട് അതുകൊണ്ട് ഒട്ടിയിരിക്കുക, നിലത്ത് ഒട്ടിയിരിക്കുക. ഒരു സൈഡിലോട്ടുള്ള അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് ദൈവമേ. അപ്പോൾ സ്വർണ്ണം വേണ്ട നമ്മൾ പൊരിച്ചെടുക്കണം കേട്ടോ. ഇത് ആ സൈഡിൽ ഇരുന്നോട്ടെ, അതാകുമ്പോൾ അറിയാൻ പറ്റും. 2 കൂർത്തിരിക്കുന്നതിനകത്ത് സ്വർണ്ണമായിട്ട് ഇത് കറക്റ്റ് മാറിപ്പോകാതെ കുഞ്ചൂസിലേക്ക് കൊടുക്കണമല്ലോ. ആണേ, ഇത് വിഴുങ്ങി പോകാതെ നമുക്ക് നോക്കണം. അത് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാൻ ചവച്ചരച്ചിട്ടാണല്ലോ ഒരാൾ തിന്നുക. യെസ്, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തേക്കാവേ. നമ്മുടെ സ്വർണ്ണം കിടന്ന് ഫ്രൈ ആവുന്നത് ഇതാണ് കേട്ടോ. എനിക്ക് മാറിപ്പോയാലും നിങ്ങൾക്ക് മാറിപ്പോയല്ലേ. ഇന്ന് കുറച്ചുകൂടി ഈസി ആയിരുന്നു കേട്ടോ. മാവ് റെഡിയാക്കി വെച്ചുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂറേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സമയം തോന്നി. അതാണേ, ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇച്ചിരി സമയം എടുത്തോളേ. അപ്പോൾ അതാണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുഞ്ചൂസിനെ വിളിക്കാവേ. ഇറങ്ങിയ എന്തമ്മ ഞെട്ടിപ്പോയ ആണോ? ഇറങ്ങി വരാവോ? നിങ്ങൾക്ക് മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ പേടിച്ചു പോയോ? ഞാൻ കഴിഞ്ഞിട്ട് കയറി വരാന്ന് പറഞ്ഞല്ലേ? പെട്ടെന്ന് പുറക്കത്തിന്ന് കേട്ടെന്ന് വന്നിരുന്നു, പേടിച്ചു പോയി. വിളിച്ചിട്ട് വരണ്ടേ? വേദനയുണ്ടോ? ഇല്ല. പേടിച്ചെന്റെ വാ, ഇറങ്ങി വാ. നീ നേരെ കണ്ണുറക്കട്ടെ. വെള്ളം ഒഴിക്കണം ഭാഗത്ത്. അല്ല, ഇങ്ങനെ ഓർക്കാൻ മഴയായിരുന്നു. മഴ പെയ്ത് അറിഞ്ഞായിരുന്നു. അത് തുടങ്ങിയപ്പോ ഇടി വെട്ടിയായിരുന്നല്ലോ. ഞാൻ കറണ്ട് പോകുന്നു പേടിച്ച് കിടക്കുവായിരുന്നു. ഇറങ്ങി വാ. അയ്യോ, എന്നാണ്ട് അവിടെ നിൽക്കുന്നത്. നേരായിട്ട് മതി. വായെല്ലാം കഴിച്ചു പോയ പേടിച്ചിട്ട് വാ കഴിക്കുന്ന ആദ്യമായിട്ട് കേൾക്കുക. പേടിച്ചിട്ടല്ല, അത്ര നേരം ഇങ്ങനെ ഉമ്മനേരം കിടക്കാതെ കിടന്നു. ഉറക്കത്തിലാണ് ഇവിടെ. അല്ല, ഉറങ്ങിപ്പോ പിടിച്ചു ഉറങ്ങത്തെ. വെള്ളം ഒഴിക്കട്ടെ ഭാഗത്ത്? വെള്ളം ഒഴിക്കണ്ട, അങ്ങനെയല്ല. അത് വേറൊരു മാതിരി നമ്മൾ മയക്കത്ത് നിൽക്കാമല്ലോ. ആണോ? നുള്ളട്ടെ? വേണ്ട. കടിക്കട്ടെ? അടിക്കട്ടെ? അപ്പുറത്തോട്ട് തിരിഞ്ഞു കാണാൻ പറയാന്നോ? തിരിഞ്ഞു കിടക്കുമ്പോ ഒരേ സൈഡ് അങ്ങ് വരുത്തു പോകും. എന്നാ ബാ. അപ്പൊ നമ്മുടെ കുഞ്ചൂസ് എണീറ്റ് വന്നു കേട്ടോ. ഏതാ കഴിച്ചു? മാന കഴിച്ചു. അവളിപ്പം ബിസ്ക്കറ്റ് വിട്ടിട്ട് ഇതിലോട്ട് വരും.
അവർക്ക് അച്ഛയുടെ മോമോ ചൈറ്റൊക്കെ കേട്ടോ. മോമോ ചീത്ത അച്ഛയുടെ മോമോ ചീത്തുള്ള ഒരെണ്ണങ്ങളുണ്ട്. അപ്പൊ ഞാൻ എടുത്ത് തരുന്നത് കഴിക്കാറുള്ളൂ കേട്ടോ. കാരണം എരിവ് അനുസരിച്ച് നിനക്ക് ആ രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കുറച്ച് എരിവുള്ളതുണ്ട്. എക്സ്ട്രാ ഇട്ട് ചിക്കനകത്ത് വേറെ മസാലയാണ് ഇന്ന്. ഇന്ന് വേറെ മസാലയല്ല, കുറച്ച് എരിവ് ചേർത്തിട്ടുണ്ട്. നമുക്ക് എരിവ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എരിവ് ചേർത്ത അനുസരിച്ച് തരാം കേട്ടോ. തരട്ടെ? എരിവ് ഉണ്ടോ എന്നാണ് നോക്കി, എനിക്കറിയത്തില്ല. ഇതാണോ ഒന്ന് നോക്കി. ഇന്നലത്തെ ടേസ്റ്റ് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ചിക്കൻ ഒരു ദിവസം വെച്ചോണ്ട് സത്യമായിട്ടും പറഞ്ഞിരിക്കാൻ വേണ്ടി സത്യമായിട്ടും ഇത് അപ്പൂസ് കാണിച്ചു കൊടുത്ത റെസിപ്പി ഉണ്ടാക്കിയവര് അങ്ങനെ ഉണ്ടാക്കി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ജനുവിൻ കണ്ടു പറഞ്ഞാൽ മതിയാ. ഇപ്പോ കഴിക്കുന്ന ഫുള്ള് കാണട്ടെ ഞങ്ങള്. കഴിഞ്ഞ ദിവസം നമുക്ക് അച്ചിക്ക് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ അച്ചിക്കൂടെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അച്ഛ ആമിയുടെ അടുത്ത് കിടക്കും. ആമിക്ക് 102 ഡിഗ്രി പനിയാണേ. നാളെ രാവിലെ നമ്മള് പോകേണ്ടത് പോവാം. നമുക്ക് രണ്ടുപേരും ഇട്ടിട്ട് വേണം നമുക്ക് പോകാനും കേട്ടോ. ആശുപത്രി കൊണ്ടുപോയാലും തുടയ്ക്കുള്ളൂ. നമ്മൾ ആശുപത്രിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞു വിട്ട് പനി കൂടുതലാണ് തുടയ്ക്കുക. തുടച്ച് കുറഞ്ഞില്ലേ മാത്രം പാരസെറ്റമോൾ കൊടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അതെ. വിശക്കനുണ്ടായിരുന്നോ? ചോറുണ്ടില്ല സൂപ്പാ കുടിച്ച. ചോറുണ്ടില്ല സൂപ്പാ കുടിച്ച. പരിഷ്കാരി. സൂപ്പൊക്കെ കുടിക്കുന്നു ഉച്ചയ്ക്ക്. അത് അമ്മയുടെ വയലിട്ട് വെച്ചോളൂ. ഇവിടെ ചിക്കൻ സൂപ്പ് കുടിക്കുന്ന ഞങ്ങൾ 2 പരിഷ്കാരികളുണ്ട്. 83 വയസ്സായ പത്മാവതി. സൂപ്പറാ. 83 വയസ്സുള്ള ചിറ്റാമേ. ഞാനും ചോറ് തരും കഴിച്ചിട്ടില്ല. ഞാൻ സൂപ്പാ കുടിച്ചു. ഇത് എരിവുണ്ടായിരുന്നോ? ഇല്ല. കുറച്ചുകൂടെ എരിവുള്ളത് നമുക്ക് കൊടുക്കാം കേട്ടോ. വേണ്ടേ? എരിവ് ശരിയായിക്കോളും. ആണോ? സാരമില്ല, അങ്ങനെ തന്നെ കഴിച്ചോ. ചവച്ചരച്ച് തിന്നണേ. എരിവുണ്ടോ? സാരമില്ല. പല്ല് പോയോ? എന്റെ പല്ലിനകത്തുണ്ടോ നോക്കട്ടെ. പൊട്ടിയോന്നോ? ഇല്ല. മാലയല്ലേ ഇത്? എന്റെ ചീട്ട് കംപ്ലീറ്റ് ആയി. ഗുരുവായൂരത്തിൽ മറ്റേ ചിട്ടിയില്ലായിരുന്നോ? എനിക്കാണോ? അതായത് 3 മാസമായിട്ട് കുഞ്ചൂസ് വരവില് താലി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താലിയും കരന്ന് നിന്നോണ്ടിരിക്കുക. മാത്രല്ല
കൃപാസന മാതാവിന്റെ ആ ഫോട്ടോ അന്ന് തൊട്ടാണ് അച്ഛന്റെ പേഴ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്ന് പിന്നെയെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കണേ. അല്ല നമുക്ക് ഒത്തിരി ബോധിപ്പിക്കാൻ പറ്റത്തില്ല, എങ്കിലും അന്ന് തൊട്ടായിട്ട് ഇതുവരെ കാണിച്ചില്ല. ഇനി മാതാവിന് കൂടെ ഇടാം കേട്ടോ. ഇനി ഇടാന്ന് വെച്ചാൽ അത് ദ്രവിച്ചും പോവായിരുന്നു, അതിന്റെ നമ്മൾ ചാടി പോവായിരുന്നു നമ്മൾ അതിൽ നിന്ന്. അപ്പം എന്റെ ഒരു വർഷത്തെ സേവിങ്സ് ആണ് കേട്ടോ അത്. എനിക്കിഷ്ടം, എനിക്ക് ഇത്രയൊക്കെ ഇഷ്ടമുള്ളൂ. ഞങ്ങൾ കുഞ്ഞിലോട്ട് ഇതായിരുന്നു മാല. ഞാനൊരു സർപ്രൈസ് പോലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ എങ്ങനെയും പൊളിയും. കാരണം ഞാൻ പോകുന്ന വഴിക്കുമ്പോൾ ഞാൻ ആ ചീട്ട് എടുത്തോണ്ട് പോകുന്ന കണ്ടത്. ഞാൻ ശേഖരശേഷിയൊക്കെ നിൽക്കുമ്പോ പറഞ്ഞ് അച്ഛാ ചോദിക്കണം ഇതായോ തീരാറായോ എന്ന് ചോദിക്കണോന്ന് പറഞ്ഞിട്ട്, പക്ഷെ നമ്മുടെ മനസ്സിലില്ല. അന്നേരം ഞാൻ പറഞ്ഞു തീർന്നില്ല. അപ്പൊ കഴുകിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ല നീ അത് കഴിച്ചോ? ആണോ? അയ്യോ എന്റെ ചിക്കൻ എല്ലാം ഞാൻ ഓർത്തേ എന്ന് അത്രയും ഇതൊക്കെ ഇത്രയും കട്ടില്ല. പിന്നെ ഓർത്തെ പല്ല് പൊടിഞ്ഞു ഇത്രയും കടിച്ചിട്ട്. പക്ഷെ ഒരു സ്വർണ്ണത്തിൽ കടിക്കുന്നതായിട്ട് വരത്തില്ല, കാരണം അത്രയ്ക്ക് ഇതില്ലല്ലോ ഇങ്ങനെ ഇരിക്കുമ്പോ. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരാള് സ്വർണം പൊരിച്ച് ഭാര്യക്ക് സർപ്രൈസ് ആയിട്ട് പോലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാ ഞാൻ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നേ, പറയാൻ തയ്യാറായിട്ടാ ഞാൻ ഇങ്ങനെ നോക്കി ഞാൻ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മോമോസ് ചവച്ചൊക്കെ തിന്നപ്പോ എല്ലാരും പറഞ്ഞു അങ്ങനെ ചവച്ച് തിന്നല്ലേ ആരോപിച്ച് പോയിട്ടൊന്നും. പക്ഷെ ഞാൻ ആദ്യമായിട്ട് തിന്നൊരു സാധനം ഞാൻ അങ്ങനെയാണ് കൂടുതലും കഴിക്കാറ്. ചിലർ കാണുമ്പോ അത് അരോചകമായിട്ടെന്ന് പറഞ്ഞായിരുന്നു, അങ്ങനെ അവർക്ക് സോറി. അപ്പൊ ഇപ്പൊ ഞാൻ അത് ശ്രദ്ധിച്ചിരിക്കുവായിരുന്നു. വിഴുങ്ങി പോവോ കടിച്ച് പറിച്ച് കളയുമോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. കുറെ കടി കടിച്ചു, അതാ ഞാൻ പിന്നെ എടുത്ത് തിരിച്ചെടുത്തില്ല. നീ നോക്കിക്കേ, കടി വീണിട്ടുണ്ട്. ഞാൻ നോക്ക്. ഇല്ല ഓ ഇല്ല ഇല്ല ആണോ? പക്ഷെ ഞാൻ ശരിക്കും പഠിച്ചെന്നേ ഇല്ല. ഇത് പോകത്തില്ല കേട്ടോ, പോകത്തില്ല. അത് ചെയ്യണ മേടിച്ചേക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? അല്ല സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഇതുപോലെ സർപ്രൈസ് കിട്ടിയിട്ടില്ല. എപ്പോഴും ബ്രെഡിനകത്ത് കേക്കിനകത്ത്. ലോകത്തിൽ ആദ്യത്തെ വ്യക്തി അയക്കാണ്. ഇനിയിപ്പോ സെർച്ച് ചെയ്ത് നോക്കണം ആരെങ്കിലും ഉണ്ടോ. രസമായിരുന്നു കേട്ടോ. നീ അത് ബാക്കി കഴിച്ചു ഞാൻ അത് കഴുകിയിട്ട് തരാം. ഞാൻ എന്റെ കൈ ആയിട്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അയ്യോ ഓർക്കത്തിലാണ് കിളി അറിയത്. ഇപ്പൊ എനിക്ക് ഭയങ്കര ഉന്മേഷം കയറി. അപ്പൊ ഇത് മാത്രല്ല ഇനി സർപ്രൈസ് ഉണ്ട്, അപ്പൊ അത് കഴിക്കും. ഇന്ന് കൈ ആയിട്ട് കേട്ടോ, ഞാൻ വായിന്നെടുത്തിട്ട് ഇത് ഇതായിരുന്നു, തിരിച്ചെടുത്തില്ലായിരുന്നു ഇത്. അതിന് കൈ ആയിട്ട് വന്നിരിക്കട്ടെ. അല്ല ഇന്ന് നോക്കിട്ട് അത് തന്നെ അത് തിന്നോളൂ. അപ്പൊ തിന്നാൻ ചാൻസ് ഇല്ല. മനസ്സിലാക്കി കേട്ടോ. ഇന്നാണെങ്കിൽ ഷേപ്പും കോഴിക്കോട്ടെ. നീ ഒറ്റ എടുത്ത് കാരണമാ അത് വെള്ളം ശാലം പോലും മാവ് മിച്ചം വെക്കാൻ നിന്നെ കുഴച്ച്. അത് വെള്ളം കൂടുതലായിരുന്നു നീ കുഴച്ച് വെച്ചത്. മൊത്തം അങ്ങനെ അല്ലായിരുന്നു കുഴങ്ങണ്ടേ. ഒട്ടിപ്പിടിക്കുവായിരുന്നു കയ്യിൽ തിരിച്ച്. അങ്ങനെ വെക്കല്ലേ, അത്രയും അങ്ങനെയല്ല. വേണ്ട കേട്ടോ, പായത്തിന് കടിയോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. വേണ്ടയ്ക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണ്ട കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഓർത്തേ പിന്നെയും പിന്നെ കടിക്കുന്നു വന്നപ്പോ എരിവുള്ളത്. ഞാൻ ഓർത്തി ഇനി ജോളോ ചിപ്പ് പോലെ എന്തേലും ഭയങ്കര എരിവുള്ളതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടോന്നുള്ള ഇതില്ലായിരുന്നു. കടി ആ മുളക് വല്ലതും ആണെന്നുള്ള ഒരു എന്റെ മനസ്സിലുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ആണെന്നുള്ളത്. വേണ്ട കേട്ടോ, ഇതിനകത്ത് ഇനി താലി ഇട്ടാ മതി. താലി ഇട്ട് തരാം. നീ അത് കഴിച്ചിട്ട് മതി. കഴിക്കാൻ തുടങ്ങിയത് അത് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യണ്ട. അത് കഴിച്ചു തീർത്തിട്ട് അത് കഴിച്ചു തിന്നടാ പൂജാണോ? ഒരു മുഖമൊക്കെ നോക്കിയ പനി കാരണം ദൈവം കണ്ടോ. നമുക്ക് കണ്ണിൽ കണ്ണീര് വരും, ആളുടെ കണ്ണ് കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം കണ്ണ് നിറഞ്ഞിരിക്കുമല്ലേ. എന്റെ എല്ലാം ഉണ്ട് കേട്ടോ ഇവക്ക്. കാരണം എന്റെ സെയിം ആയി കണ്ണ്. എനിക്ക് കണ്ണ് അടഞ്ഞിരിക്കുവാണ് രാവിലെ. എനിക്കുള്ള ഒരു പ്രശ്നം അത്. കണ്ണിന് ഭയങ്കര ചൂടാണ്.
ആ ഒരു കണ്ണ് ചീത്തായിട്ടേ പൊന്നിന് കുരുമുളക് കൂടുതലിട്ടായിരുന്നു പക്ഷെ കുരുമുളക് കൂടിയിട്ട് ആദ്യം കഴിച്ചത് സെയിം ആയിരുന്നു മറ്റേ പഴയ അന്ന് കഴിച്ച പോലെ തന്നെ എരിവുണ്ട് നല്ല എരിവുണ്ട് എരിവുണ്ട് ഇപ്പൊ ഞാൻ തിന്നതിനും എരിവുണ്ട് എരിവുണ്ട് നല്ല കുരുമുളക് ഇറ്റാമയുടെ പോലത്തെയാണോ വേണ്ട മോമോസിനകത്ത് ഫ്രൈ ചെയ്ത് മാൾ സർപ്രൈസ് ആയിട്ട് തന്നു ഇതിനകത്ത് ഒരെണ്ണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടിട്ടുണ്ടോ ഇവരല്ലാതെ ഞാൻ ഗെറ്റൗട്ട് അടിച്ച് അടുക്കള മേടിച്ചേക്കും താലി മറ്റു താലി ഇടാനില്ലായിരുന്നല്ലോ എന്നാവേ കിടക്കുമായിരുന്നു ആവശ്യം കേട്ടോ മോൻ ഇനി ഒരു ചൊപ്പയിച്ച ഉണ്ട് മോൻ കണ്ണടച്ച് നിക്കാവോ ഒരു ചപ്രയിച്ച് അച്ഛൻ എടുത്തോണ്ട് വരട്ടെ കുഞ്ചുച്ചും കണ്ണടച്ച് നിക്കണേ കേട്ടോ കുഞ്ചു ആ മീൻ ചപ്രയിച്ചുണ്ട് ഇനിയും രണ്ടുപേരും കണ്ണടച്ച് നിക്കാവോ അച്ഛൻ എടുത്തിട്ട് വരട്ടെ ഞാൻ കണ്ണടച്ച് നിൽക്കും അല്ല ഞാൻ ഇറക്കിട്ട് മതി ഞാൻ അവിടുന്ന് കേറി കഥകിന്റെ ഒച്ച കേൾക്കും കണ്ണടച്ചിട്ട് കേട്ടോ വരുന്നുണ്ട് 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 ആ കാണുന്നോ പെട്ടിക്കകത്താണ് ചപ്പയിച്ചേ പനിയാണെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് ഗസ് ഒന്നും ഇല്ല ആമസോണിൽ നിന്നോട് സാധനല്ലേ ആമസോണിന്റെ ബോക്സ് അല്ലേ അല്ലേ മോനെ എന്തുവാ നീ ഞാൻ തച്ച് ചോദിക്കുന്ന എന്തുവാ മോനെ അനങ്ങുന്നുണ്ട് എന്തുവായിരിക്കും എന്തായാലും കുഞ്ചൂസിനും ആമിക്കും ഉള്ള സർപ്രൈസ് ആണ് കേട്ടോ കുഞ്ചൂസിനും ആമിക്കും ലച്ചുവിനും കുഞ്ഞിക്ക് അമ്മയ്ക്ക് അജുരിക്ക് അപ്പ ഇത് ഒറ്റ ശാസ്ത്രി പെട്ടെന്ന് കുഞ്ഞിക്ക് അമ്മയ്ക്ക് അജുരിക്ക് പപ്പ ഇത് എന്തുവായിരിക്കും ഇതിനകത്ത് എന്തുവായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് നോർത്ത് വെക്കും എന്തുവായിരിക്കും പൂച്ച എന്തുവായിരുന്നു തരുന്നേ കാറെ പപ്പയെ ശരിക്കുമായിരുന്നു ഇനിയും ബോക്സ് ഉണ്ട് ഇതാകും വെച്ചേക്കമ്മേ ഇനിയും ബോക്സാ ഇത്ര വലിയ ആ വേണ്ടി നമുക്ക് മറ്റേ ടിക്കറ്റിന് വില അയക്കാൻ ഉപയോഗിക്കാം മോൻ വിചാരിച്ചു മുറിക്കണ്ട ആ അമ്മീന്റെ ബെത്തിരി ഉടനെ വരും അല്ല ആ അപ്പൊ ഇതെന്നാ സാധനം എന്ന് വെച്ചാല് കിട്ടിയോ സാധനം കിട്ടിയോ ആണോ അപ്പൊ എന്തുവാന്ന് എനിക്കും സത്യം പറഞ്ഞാ കറക്റ്റ് ആയിട്ട് അത് നമ്മള് അതെന്നാ ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും പറയാം ഞാൻ സംഭവം പറഞ്ഞു തരാം എന്നാന്ന് വെച്ചാലും നാളെ ഇടുക്കിക്ക് പോകണ്ടേ ഇടുക്കി പോകുമ്പോ നീ അവിടെ ഇരുന്നു ഇത്ര നേരം നിന്നില്ല എവിടെ ഇരുന്നു ഇത് എന്നാന്ന് ചോദിച്ചാല് മോന് യാത്രയൊക്കെ ചെയ്യുമ്പോ കാറെ കിടന്ന് ഉറങ്ങണ്ടേ
അതിനുവേണ്ടിയുള്ള സാധനം. അപ്പം നാളെ കുഞ്ചൂസിന് നമുക്ക് ഇടുക്കി പോകുമ്പോൾ ഒത്തിരി ദൂരമുണ്ട്. അപ്പം എന്തായാലും കേസിന് പോയാലും ഞങ്ങൾ കിടന്നേ പോകത്തുള്ളൂ എന്ന് പറയുന്നാല് കുഞ്ചൂസിനെ വണ്ടിക്കകത്ത് സേഫായിട്ട് എനിക്ക് കിടത്തിക്കൊണ്ട് അങ്ങ് വരെ പോകണം. ഒത്തിരി നേരം ഇരിക്കാൻ പറ്റുമല്ല. അപ്പോൾ അരമണിക്കൂർ ഇരുന്നാൽ അരമണിക്കൂർ കിടക്കണം. അങ്ങനെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം ഒത്തിരി ദൂരം, അത്രയും ദൂരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെയും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെയും റെസ്റ്റും കാര്യങ്ങളും കൂട്ടത്തേ ഉള്ളൂ ഡോക്ടർ. അതുകൂടാതെ നമ്മുടെ ഹെൽത്ത് നോക്കണമല്ലോ. അപ്പം കുഞ്ചൂസിന് നമുക്ക് ബാക്കിലെ സീറ്റിൽ നല്ല രീതിയിൽ കിടക്കാനായിട്ട് പറ്റും. അപ്പം കിടക്കാനായിട്ട് പറ്റുമെങ്കിലും നമ്മുടെ സീറ്റിൽ കിടക്കാൻ പറ്റുമല്ല. അപ്പം അത്രയും സ്പേസ് ഉണ്ടല്ലോ ബാക്കിൽ. അപ്പോൾ ആ സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ബെഡാണ് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ചൂസിന് വേണ്ടി മേടിച്ച ഗിഫ്റ്റാണ്. കുഞ്ചൂസിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആമിച്ചനും നമ്മുടെ ലച്ചൂട്ടനും. ഇനിയിപ്പോൾ പോകുമ്പോൾ 3 പിള്ളേർക്കും പുറകിൽ സുഖമായിട്ട് കിടക്കാവുന്ന രീതിയിൽ ഇത് നമുക്ക് പുറകിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അത് ഇതിലൂടെ പമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് പമ്പാണേ. ഇത് ഞാൻ ഈ കേസിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും മിനിങ്ങാന്ന് ഓർഡർ ചെയ്തതാണ്. മിനിങ്ങാന്ന് അന്ന് നമ്മൾ എങ്ങനെ കൊണ്ടുപോകും, ആംബുലൻസ് പിടിച്ച് കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് വൈകിട്ട് ഞാൻ കൊണ്ടുവന്നത്. കാരണം എണീക്കുമോ ഇല്ലയോ എന്ന് 7 ദിവസം കഴിയുമ്പോഴത്തേക്കും മാറുമോ ഇല്ലയോ നമുക്ക് ഒരു ഉറപ്പും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ അന്ന് മേടിച്ചാണ്. ഇപ്പം 3 ദിവസം പോലും ആയിട്ടില്ല ഇത് ഓർഡർ ചെയ്തിട്ട്. പെട്ടെന്നായി നമ്മൾ ക്യാഷ് പേ ചെയ്യുമ്പോൾ ഇതും 2 ദിവസം കൊണ്ട് ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ. താമസം പെട്ടെന്ന് വന്നു കേട്ടോ. എന്നാ മോനെ അപ്പൊ കാറി സെറ്റാക്കാം. കാറി സെറ്റാക്കുന്നതിന് ഇപ്പുറം കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ ആ താലി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാറി സെറ്റാക്കിയിട്ട് അത് കിടന്നും കാണിക്കാം കേട്ടോ. അപ്പൊ ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാള് പറയുന്നത്. എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കടാ. വിശ്വസിക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഞാൻ വിളിച്ചോളാം, ഇറങ്ങി വന്നേക്കില്ലെന്ന് പറഞ്ഞ അടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് എന്തെങ്കിലും ഇറങ്ങി വരുന്നവരെ എനിക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു, ഇതില്ലായിരുന്നു. ഇവിടെ വന്നിരുന്ന കഴിച്ചു തുടങ്ങിയപ്പോൾ കഴിച്ചു, ഇത് ഞാൻ എടുത്തിരുന്ന മാത്രമേ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എനിക്കിതെന്തോ പ്രാങ്കോ, ഒന്നെങ്കിൽ ഉപ്പോ മുളകോ എരിവുള്ളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പച്ചമുളകും കൂടി നിറച്ചായിരിക്കും വിചാരിച്ചു. അമ്മയെ തന്നെ വിചാരിച്ചില്ല. ഞാൻ ഓർത്ത് ശരിക്കും പ്രാങ്കാന്ന് വിചാരിച്ചത്. മോനെങ്ങനെ വിചാരിച്ചു പ്രാങ്കാന്ന്? എന്റെ ആവശ്യത്തിന്റെ മാല വരും. ശരിക്കും എന്റെ മാലയല്ലേ? എന്റെ കുഞ്ഞിന് ഭയങ്കര ചൂടാട്ടോ. അപ്പൊ ഞാനത് ഇട്ട് കൊടുക്കണം. മോൻ താഴെ ഇവിടെ കസാര മോനോട് കസാര ഇവിടെ ഇന്ന് കണ്ടോട് സാക്ഷിയാണ്. എത്ര തലകെട്ട് കണ്ടിരിക്കുന്നു. എത്ര പ്രാവശ്യം അപ്പൂനെ കെട്ടി മാല ഇടുമ്പോ അങ്ങനെ മാല വരട്ടെ. വീടല്ലോ മോനെ ഇവിടെ ഇരുന്നോ. ഇവിടെ ഇരിക്കേ കുഞ്ഞാവെ എവിടെ ഇരിക്കേ. അപ്പം നിങ്ങളെ എല്ലാവരും സാക്ഷി നിർത്തിക്കൊണ്ട് അല്ല ഞാൻ പറയട്ടെ, എല്ലാ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇതുപോലെ എപ്പോഴും ഈ നിമിഷങ്ങൾ റീക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം സാധാരണക്കാർക്ക് എപ്പോഴും പണയം വെപ്പ്, സ്വർണ്ണം വിൽക്കല്, വീണ്ടും എടുക്കല്, അതുകൊണ്ട് കെട്ടിയ ഭർത്താവ് വീണ്ടും നിന്നും താലിമാല ഇട്ട് കൊടുക്കല്, വീണ്ടും വീണ്ടും ഉണ്ടാകാനാണ്. നമുക്കൊരു ചാനലുള്ളതോട് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ വിൽക്കുന്നു. വീണ്ടും ഇത് വിൽക്കേണ്ട കാര്യം വരത്തില്ല. എനിക്ക് ഇച്ചിരി കൂടുതൽ തൂക്കം ഉണ്ടല്ലോ വിൽക്കാനായിട്ടുള്ള ടെൻഡൻസി ആയിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കുറേ മാല മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വിറ്റു. അപ്പം ഇനിയിപ്പോ ഇത് ഊരേണ്ട ഗതി വരുന്നതെന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട്. അതാണ്. അപ്പൊ നമുക്ക് മംഗല്യം തന്നു നാനീനാന്ന് പറഞ്ഞു ഭാര്യയുടെ അപ്പൊ നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തില് ഞാൻ മാല ഇട്ടേക്കുവാണ് കേട്ടോ. പോളെ കുഞ്ഞു വെക്കാവേ. ഓക്കെ. അപ്പം നമ്മുടെ ഇനി മോനോടും പറ. ഓക്കെ. അപ്പൊ എനിക്ക് അളവ് കറക്റ്റ് കിട്ടുമെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും കിട്ടുമല്ലേ? കിട്ടും. കറക്റ്റ് അല്ലേ? ഇനിയും ഇതാവും. അച്ഛൻ ഇതിനകത്ത് കഴിക്കോളാം. അവളിപ്പോ പനിയാണ്ട് എന്ത് പറഞ്ഞാലും നമ്മളങ്ങോട്ട് ചെയ്തു കൊടുക്കുക മാത്രം നിവർത്തി കൊടുക്കുക. അച്ഛൻ ഇതിനകത്ത് കൈയിടുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഒത്തിരി 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 സന്തോഷം. ഒരു വർഷത്തെ നമ്മുടെ ആ ഒരു മാറ്റി വേണ്ടോ മോനെ? അച്ഛന് കൈ വേണ്ടു.
അപ്പോൾ 1 വർഷമായിട്ട് നമ്മൾ മാറ്റി വെച്ചതാണ്. നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വരുമാനത്തിൽ ഇപ്പോൾ ഒരു ദിവസം 1000 രൂപ ആയിരിക്കുകയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെടുന്നെങ്കിൽ ഒരു ദിവസം 200 രൂപ നമുക്ക് ചിട്ടി കൂടുവാണെങ്കിൽ അത് പയ്യെ പയ്യെ ഗ്രാജുവലി ഒരു എമൗണ്ട് ആയിട്ട് കിട്ടും. അപ്പം സ്വർണ്ണ ചിട്ടി എടുക്കാം. അതുകൂടാതെ ഒത്തിരി ചിട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. മാറ്റാൻ പഠിക്കണം. ഇപ്പൊ 102 ഡിഗ്രി പനിയുണ്ട് കേട്ടോ നമുക്ക്. എന്തായാലും സംസാരിച്ചുകൊണ്ടേക്ക് ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ സാധാരണ കരച്ചിലാണ് സാധാരണ എപ്പോഴും. ഇവര് കൂടുതൽ എങ്ങനെ കാര്യങ്ങളൊക്കെ എൻഗേജ് ആക്കാൻ സംസാരിക്കുകയാണ്, പെട്ടെന്ന് പനി വിടുകയും ചെയ്യും. ഭയങ്കര പെട്ടെന്ന് നമ്മളിപ്പോ അങ്ങനെയാണ് അവളെ നോക്കുന്നത്. അവൾക്കിപ്പോ പനി വന്ന് നമ്മൾ കൂടുതലും നമ്മുടെ കാര്യങ്ങളിലോട്ട് എൻഗേജ്ഡ് ആക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം ആണെങ്കിലും നമ്മുടെ ആ പരിപാടിയുടെ ഇടയ്ക്ക് അവള് നല്ല ആക്റ്റീവായില്ലേ. ഉറങ്ങി കിടന്ന വന്നു കഴിഞ്ഞ സെക്കൻഡ് കാര്യങ്ങളെല്ലാം മാറിയത്. കൊതു കണ്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് പോയിട്ട് നമുക്ക് കുഞ്ചൂസിനെ ആമിച്ചിനൊക്കെ കിടന്ന ബെഡ് സെറ്റാക്കാം കേട്ടോ. നമുക്ക് പോയി സെറ്റാക്കാം. എല്ലാവരും പറ, വായോന്ന് പറ. നിനക്കെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോളൂ. അല്ല, എനിക്ക് ഭയങ്കര സന്തോഷം കൂടിയാണ് നിൽക്കുന്നത്. അല്ല, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വാസം വരുന്നില്ല. അതെന്നാന്നറിയോ, ഞാനൊരു ക്ലൂ പോലും കൊടുക്കാതെ ഈ പ്രാവശ്യം ചെയ്തത്. സാധാരണ എപ്പോഴും സർപ്രൈസ് ഉണ്ട്. അങ്ങനെയൊക്കെ പറയില്ല, വന്നിരിക്കുമ്പോഴെങ്കിലും പറയും. പക്ഷെ അങ്ങനെ വരുന്നൊന്നും തോന്നിയില്ല. പ്രാങ്കാന്ന് വിചാരിക്കുന്ന പോലൊക്കെ അത് പെരുമാറി. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അതിന്റെ മിന്നല് ഇന്നലെ നമുക്ക് വണ്ടിക്കകത്ത് തന്നെ ഇത് കുത്താനായിട്ടുള്ള സെറ്റപ്പിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഒച്ചയായിട്ടാണേ, നല്ല കാറ്റാ. വണ്ടിക്കകത്ത് തന്നെ പ്ലഗ് ചെയ്യാം. നമുക്ക് പുറകിൽ വേണ്ട കാണിച്ച് നമുക്ക് വണ്ടിയുടെ വേണ്ട ഇവിടുന്ന് തന്നെ കുത്താം കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ട ഇവിടെ ഇടാം കേട്ടോ. മോൻ ഇവിടെ നിൽക്കാം, എന്നാലേ കേറ്റാൻ പറ്റുള്ളൂ. അപ്പൂച്ച റെഡിയാക്കിട്ട് മോനെ ആദ്യം കേറ്റുന്നേ. ഇവിടെ കാണി സ്റ്റെപ്പ് ആയിരുന്നു, അമ്മ കാണിച്ചു തന്നില്ല. ഇവിടെ സ്റ്റെപ്പ് ആയിരുന്നു കാണാം. തിരിച്ച് അത് ഊരണം കുഞ്ഞാ, ഞാൻ അടച്ചു വെച്ചേക്കോല്ലേ. പേടിയാ പൊട്ടല്ലേ. കറക്റ്റ് ഇതേ കൊടുക്കാവളെ. നിർത്തി വരുന്ന അമ്മയ്ക്കാൻ തിരിച്ചാണ് ബെഡ്. അങ്ങനെയല്ല, തിരിച്ചാണ്. സോഫ്റ്റ് വാഷ് അതല്ലേ. അയ്യോ എന്നെ മോനെ വെളിവും വീർപ്പിക്കുന്നു അപ്പൂച്ച. അയ്യോ നിന്റെ താഴെ ഇടണേ. മതി 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 മതി. ഇതിങ്ങനെ രണ്ട് സീറ്റിന്റെ പുറകിലായിട്ട്. കുഞ്ഞാക്ക് പുറകോട്ട് വരാൻ പറ്റത്തില്ല. ആ മതി, അച്ഛൻ ചെയ്യട്ടെ. ഇങ്ങോട്ട് മാറിയില്ല മോറ്റം. അപ്പൊ നമ്മള് ബെഡിനകത്ത് കിടക്കാൻ പോവാണ്. ഞങ്ങൾ രണ്ടുപേരും ബെഡിൽ കിടക്കാൻ. ഇഷ്ടപ്പെട്ടോ? നിങ്ങളുണ്ട്, സൂപ്പറാണോ? ഇഷ്ടപ്പെട്ട്. തലേണ വെച്ച് കിടന്നോ അവിടെ? തലേണ എടുത്ത് വെച്ചോ. അവിടെ എണ്ണീറ്റ് കേറി അങ്ങോട്ട് കിടക്ക്. അവിടെ ഇച്ചിരി പൊക്കമുണ്ടോ? ഇവിടെ ഇച്ചിരി കൂടെ കാറ്റ്. ഇവിടെ നീ കിടന്നാലേ ഓക്കെ ആകത്തുള്ളൂ. കുഞ്ചുഅമ്മയുടെ കേറിക്കോ. കുഞ്ചുഅമ്മയുടെ നീ സ്ഥലം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. കിടന്നോ, കേറി കിടന്നോ, കിടന്നോ. കുറച്ചുകൂടെ ഓക്കെ. മറ്റേ തല വലിയ തലങ്ങനെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി സ്ഥലം കിട്ടും. ഇനി അവിടെ ലച്ചൂട്ടി കൂടെ കിടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. കാല് വെക്കാലോ നല്ല ഭംഗിയായിട്ട്.
കിടക്കുന്ന പോലെ തന്നെ എന്നറിയാമോ വാട്ടർ ബെഡ് കിടക്കുന്ന ഫീൽ കിട്ടും അല്ലേ? ഒരു ഇത് കണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണം. നമ്മളെ പൊക്കിക്കൊണ്ട് വരും. 1700 രൂപയുടെ സാധനമാണ് കേട്ടോ. നല്ല അതായത് ഒരു ഇതുണ്ടോ, ഇതിന് മേളിൽ കൂടെ ഒരു ക്ലോത്തിന്റെ കോട്ടിംഗ് ആണ് കേട്ടോ. ഒരു വെൽവെറ്റിന്റെ ഒക്കെ കോട്ടിംഗ് പോലെ അല്ലേ? ഇതുണ്ട്. ഇവിടോട്ട് കുഞ്ഞ് ചാടി വരാതിരിക്കാൻ വേണ്ടിട്ടുള്ള സാധനമാണ് കേട്ടോ. അതെ അതെ, ഇവിടെ ചാടി ഇതുണ്ടോ, ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ. എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ മോനുള്ള ചപ്പയിച്ച്? പനിയായിട്ട് കാണാം. 94 നോർമലിനും കഴിഞ്ഞു പോയി കാണും. അപ്പൊ ഇത് കംഫർട്ട് ആയിട്ട് നിനക്ക് ഇവിടെ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. കുഞ്ചു ഒറ്റയ്ക്കാണ്, നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പൊ കംഫർട്ട് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നോണ്ടാണ് ഇങ്ങോട്ട് വേണ്ട കാല് ഇങ്ങോട്ട് കാല് നോക്കുവാണെങ്കിൽ കുഞ്ഞോടെ കിടക്കുന്നതാണ്. അതാ ഞാൻ പറഞ്ഞ അങ്ങോട്ട് അതാ കറക്റ്റ്. എന്നറിയോ, ഇവിടെ ഡോറ് നമ്മുടെ കാറിന്റെ ആ ഒരു പൊസിഷൻ അങ്ങനെ അല്ലാണ്ട് അവിടെ സ്പേസ് ഇഷ്ടപ്പെട്ടോ? വിട്ട് അവളോട് എന്നോട് ചോദിക്കുന്ന അവളാ മറുപടി വരും പറയുന്നത്. മന്നെ കെട്ടിപ്പിടിച്ചെടുക്കന്നെ രാത്രി അമ്മക്ക് ഇവിടെ കിടന്നേക്കാം. ആമി ഇവിടെയാണ് രണ്ടുപേരും കിടക്കുന്നേ. ഇനിയിപ്പോ ഇതിന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെ കിടത്തിക്കൊണ്ട് പോകും, പിള്ളേരെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും. ആ കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാ പോകുന്നെങ്കിൽ എനിക്കും കിടക്കാം കേട്ടോ. വണ്ടി നിർത്തിയിട്ടിട്ടൊന്ന് കിടക്കാം. കിടക്കണം. അതേപോലെ തന്നെ ഇവര് അല്ലാതെ എവിടെയെങ്കിലും പോവാൻ നിർത്തിയിട്ട് കുറെ നേരം ഇറങ്ങുവാണെങ്കിൽ കൈ പിടിച്ച് ഓടി നിൽക്കേണ്ട എവിടെയെങ്കിലും വണ്ടിക്ക് സേഫ് ആയിട്ട് കിടത്തിയിട്ട് പോവാമല്ലോ. അതെ അതെ. അവ നവ് പോവാടാ. ബാമ്പിയൊക്കെ അതിനകത്ത് വെക്ക്. ആമിയുടെ ബാമ്പിയ. അതെ, ഇറങ്ങുന്നുണ്ടോ ഇതിനകത്ത്? ഇല്ലേ, ഇല്ലെന്ന് പറയല്. അവിടെ 2 തലേണ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ചാരി ഇങ്ങനെ ഇരിക്കാം, നല്ല സുഖമായിട്ട്. അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ മറ്റേ വലിയ സൈഡിലോക്ക് ഓണാക്കിയാൽ ഒന്നുകൂടെ സ്പേസും കിട്ടി കേറി നമുക്ക് കിടക്കാം. അത്രയും പൊക്കി സൈഡിലോക്ക് ഓണാക്കിയാൽ മതി. എന്തോ വീട്ടിൽ പോയി കിടക്കാം. നമുക്ക് ഇറങ്ങി വാ, കിടക്കാം. നമ്മൾ നാളെ ടൂർ പോകുമ്പോ കിടക്കാം. നാളെ രാവിലെ നമുക്ക് പോകണ്ടേ? വാ, സ്കൂളിൽ കൊണ്ടുപോകുമ്പോ ഇതിങ്ങനെ കടത്തി കൊണ്ടുപോവാം. ആരെയും തിരിച്ച് പോകുമ്പോ അച്ഛമ്മ പോവാണേ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം, നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. 2 സർപ്രൈസുകളും അടിപൊളിയായിരുന്നു, എനിക്കും മനസ്സ് നല്ല തൃപ്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ. ഇനി നാളെ ഇടുക്കിയിലോട്ട് പോകണം. നാളെ കഴിഞ്ഞ് നമുക്ക് ഇടുക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ നമുക്ക് കാണാം. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ കഴിഞ്ഞാണ് കേട്ടോ. അപ്പൊ നമുക്ക് നാളെ രാവിലെ വെളുപ്പിന് തന്നെ പോകണം. അച്ഛൻ വരുവാണോ മോനെ? അപ്പൊ എല്ലാവർക്കും ടാറ്റ, ലവ് യു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന വിലയിൽ അടിച്ചു വേണ്ടിക്കുക. ടാറ്റ.